ഹായ് നമസ്കാരം. ഏവർക്കും PSC ക്ലൈമറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് NCERT ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് കേട്ടോ. അതായത് ഈ കഴിഞ്ഞ തിരുവനന്തപുരം LDCയിലെ ഒരു ക്വസ്റ്റ്യൻ, ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 22ാമത്തെ ക്വസ്റ്റ്യനാണത്. ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നോക്കാം. അതായത് രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ SCERT മാത്രം പഠിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്ക് ഇതിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം NCERTയിലെ കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ഒരു രാജ്യസഭയെ പറ്റിയും അതേപോലെ തന്നെ ലോക്സഭയെ പറ്റിയും ഒക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമുക്ക് വരാട്ടോ. അപ്പോൾ നിയമനിർമ്മാണ സഭ എന്ന ഒരു ഭാഗത്തു നിന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ എക്സ്ട്രാ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് എന്നുള്ളത് നമുക്ക് നോക്കാവേ. അപ്പോൾ ഇവിടെ ആദ്യം എന്തുകൊണ്ട് നമുക്കൊരു പാർലമെൻറ്റ് വേണം ഉള്ള ഒരു ഹെഡിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്നത് വായിച്ചു നോക്കാം. പാർലമെൻറ്റ് എന്നത് വെറും ഒരു നിയമനിർമ്മാണ സഭ മാത്രമാണോ? അല്ല, ഇത് ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയയുടെ സിരാകേന്ദ്രമാണ്. പാർലമെൻറ്റ് അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭ എന്ന് കേട്ടാൽ നമുക്ക് ഓർമ്മ വരുന്നത് ഇറങ്ങിപ്പോക്ക്, പ്രതിഷേധങ്ങൾ, ധർണകൾ, ബഹിഷ്കരണം തുടങ്ങിയവയാണ്. പ്രാതിനിധ്യ സ്വഭാവമുള്ളതും കാര്യപ്രാപ്തിയുള്ളതുമായ നിയമനിർമ്മാണ സഭകൾ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ജനപ്രതിനിധികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണ സഭകൾ സഹായിക്കുന്നു. തീർച്ചയായും പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ് നിയമനിർമ്മാണ സഭകൾ. അപ്പോൾ ഓർത്തു വെച്ചേക്കുക, പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്താണ്? നിയമനിർമ്മാണ സഭകളാണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. ഇനി നമുക്ക് ഇവിടെയാണ് വേണ്ടത്, അതായത് പാർലമെൻറ്റിന് 2 സഭകളുണ്ട് അല്ലേ? ആ 2 സഭകളെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നോക്കാം, ഇന്ത്യയുടെ ദേശീയ നിയമനിർമ്മാണ സഭ ഏതെന്നറിയുമോ? ദേശീയ നിയമനിർമ്മാണ സഭ പാർലമെൻ്റ് എന്നും സംസ്ഥാന നിയമനിർമ്മാണ സഭ നിയമസഭകളെന്നും അറിയപ്പെടുന്നു. അപ്പോൾ നമുക്കറിയാവുന്ന പോയിന്റുകളൊക്കെ തന്നെയാണ്, ഓർത്ത് വെച്ചേക്കുക. ദേശീയ നിയമനിർമ്മാണ സഭയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാർലമെൻ്റ് എന്ന് വിളിക്കുന്നത്. സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ് നമ്മൾ നിയമസഭകൾ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ പാർലമെൻറ്റിന് എത്ര മണ്ഡലങ്ങളുണ്ട്? നമ്മൾ പഠിച്ചു അല്ലേ? എത്ര മണ്ഡലങ്ങളുണ്ട്? 2 മണ്ഡലങ്ങളാണ് ഇന്ത്യയുടെ പാർലമെൻറ്റിനുള്ളത്. ഏതൊക്കെയാണത്? ലോകസഭ എന്നും രാജ്യസഭ എന്നും 2 മണ്ഡലങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിനുണ്ട്. ഇങ്ങനെ 2 സഭകൾ വീതമുള്ള പാർലമെൻറ്റ് സംവിധാനത്തെ നമ്മൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് വിളിക്കുന്നത്. സംസ്ഥാനങ്ങൾക്കും ഇതുപോലെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയോ ദ്വിമണ്ഡല വ്യവസ്ഥയോ സ്വീകരിക്കാനുള്ള അനുവാദം ഭരണഘടന നൽകിയിട്ടുണ്ട്. പക്ഷേ എന്താണ്, എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ഒരു ബൈ ക്യാമറൽ സിസ്റ്റമാണോ ഉള്ളത്? അല്ല. എന്നാൽ ഇങ്ങനെ ബൈ ക്യാമറൽ സിസ്റ്റം സ്വീകരിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏത്? ഇത് നമ്മുടെ SCERTയിലും പറയുന്ന പോയിന്റാണ് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഓർത്തു വെച്ചേക്കുക. ബീഹാർ, ജമ്മു കാശ്മീർ, കർണാടക, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നത്. ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്, അതായത് ബൈ ക്യാമറൽ സിസ്റ്റം ഉള്ള എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണത്? മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, തെലുങ്കാന എന്നിങ്ങനെ 6 സ്റ്റേറ്റുകളിലാണ് ഇപ്പോൾ ബൈ ക്യാമറൽ സിസ്റ്റം ഉള്ളത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ നോക്കേണ്ടത് ഈ ഒരു ലോക്സഭയും രാജ്യസഭയും പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. നോക്കാം, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ. ഇതൊക്കെ SCERTയിൽ പറയുന്ന പോയിന്റുകളാണ്. രാജ്യസഭ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. സംസ്ഥാനത്തെ ജനങ്ങൾ നിയമസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും സംസ്ഥാന നിയമസഭാംഗങ്ങൾ സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ രാജ്യസഭയാണ് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നത്? രാജ്യസഭയാണ് സംസ്ഥാനങ്ങളെ, സ്റ്റേറ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി സംസ്ഥാനത്തെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? നിയമസഭയിലേക്കുള്ള അംഗങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ദെൻ എന്താണ്? ഈ സംസ്ഥാന നിയമസഭാ അംഗങ്ങളാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ SCERTയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി രാജ്യസഭയെപ്പറ്റി കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം. ഉപരിസഭയായ രാജ്യസഭയിലെ പ്രാതിനിധ്യം ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നൽകിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? 2 തരം തത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രാതിനിധ്യം നിലവിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് സിമട്രിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ സമതുലിത പ്രാതിനിധ്യം എന്ന് നമുക്ക് പറയാം. മറ്റൊന്നെന്ന് പറയുന്നത് ജനസംഖ്യയ്ക്കനുസരിച്ച് പ്രാതിനിധ്യം നൽകുന്ന ഒരു രീതിയാണ്. അതിനെ നമ്മൾ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് പറയാം കേട്ടോ. ഇപ്പോൾ സിമട്രിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ സമതുലിത
സമതുലിത പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായിട്ടുള്ള പ്രാതിനിധ്യമുള്ളത്. അതായത് ജനസംഖ്യയോ സംസ്ഥാനത്തിന്റെ വലിപ്പമോ പരിഗണിക്കാതെ, നോട്ട് ചെയ്യണേ, അവിടുത്തെ ജനസംഖ്യ, അവിടുത്തെ പോപ്പുലേഷനോ അല്ലെങ്കിൽ ആ സംസ്ഥാനം വലിപ്പത്തിൽ എന്തുമാത്രമുണ്ട് എന്ന കാര്യങ്ങളെ പരിഗണിക്കാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായിട്ടുള്ള പ്രാതിനിധ്യം നൽകുന്നതിനെയാണ് സിമട്രിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. USA-യിൽ ഇത്തരം പ്രാതിനിധ്യമാണ് നിലനിൽക്കുന്നത്. സോ അങ്ങനെയും ചോദിക്കാം, ഈ ഒരു സിമട്രിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ സമതുലിത പ്രാതിനിധ്യം എവിടെയാണുള്ളത്? USA-യിലുള്ളത് സമതുലിത പ്രാതിനിധ്യമാണ്. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ എന്താണ്? എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായ പ്രാതിനിധ്യമാണ്. അവിടുത്തെ ജനസംഖ്യയോ സംസ്ഥാനത്തിന്റെ വലിപ്പമോ ഒന്നും പരിഗണിക്കാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നതാണ്. ഇനി രണ്ടാമത്തതിലേക്ക് വരാം. സംസ്ഥാനങ്ങളുടെ വലിപ്പവും ജനസംഖ്യയും പരിഗണിക്കാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കും സെനറ്റിൽ 2 പ്രതിനിധികളെ വീതം ലഭിക്കുന്നു. അപ്പോൾ USA-യുടെ ഒക്കെ കേസിൽ എങ്ങനെയാണ്? സംസ്ഥാനങ്ങളുടെ വലിപ്പവും ജനസംഖ്യയും ഒന്നും പരിഗണിക്കാതെ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും സെനറ്റിൽ 2 പ്രതിനിധികളെ വീതം ലഭിക്കുന്നു. ഇതാണ് USA-യിലൊക്കെയുള്ള സിമട്രിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് എങ്ങനെയാണ്? സംസ്ഥാനത്തെ ജനസംഖ്യയ്ക്ക് അനുസരിച്ച് പ്രാതിനിധ്യം നൽകുന്ന രീതിയാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ച് കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രതിനിധികളെ ലഭിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ജനസംഖ്യ അധികമുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഇത്, ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. സോ ഉത്തർപ്രദേശിന് 31 അംഗങ്ങളെ രാജ്യസഭയിലേക്ക് അയക്കുവാൻ കഴിയുമ്പോൾ കുറഞ്ഞ ജനസംഖ്യയുള്ള സിക്കിമിന് 1 പ്രതിനിധിയെ മാത്രമേ അയക്കാൻ കഴിയുന്നുള്ളൂ. അമേരിക്കൻ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ സമ്പ്രദായമാണ് ഇന്ത്യൻ രാജ്യസഭയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഈ ഒരു സിമട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ഉള്ളതിന് ഉദാഹരണമായിട്ടുള്ള ഒരു രാജ്യമാണ് USA അല്ലെങ്കിൽ അമേരിക്ക. എന്നാൽ നമ്മുടെ ഇന്ത്യയിലുള്ളത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ജനസംഖ്യയ്ക്ക് അനുപാതികമായിട്ടാണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് രാജ്യസഭയുടെ ഘടനയെ പറ്റിയാണ്. ഇത് ശരിക്കും നമ്മൾ SCERT-യിലും പഠിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കുറച്ചുകൂടെ ഒരു പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ആകെ 250 അംഗങ്ങളാണ് ഉള്ളത്. ഇതിൽ 238 പേര് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പരോക്ഷമായി തെരഞ്ഞെടുക്കപ്പെടുന്നു. 12 പേരെ എന്ത് ചെയ്യുന്നു? രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ SCERT-യിലും പഠിച്ചിട്ടുണ്ടല്ലേ. രാജ്യസഭയിലേക്കാണെങ്കിൽ 12 പേരെയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്. അതേസമയം ലോക്സഭയിലാണെങ്കിലോ 2 പേരെയാണ് ഇത്തരത്തിൽ നാമനിർദ്ദേശം ചെയ്യുന്നത്. ഇനി രാജ്യസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നതിനാൽ ഒരു അംഗത്തിന് 6 വർഷം കാലാവധി ലഭിക്കും. അപ്പോൾ അവിടെ ഓർക്കേണ്ട കാര്യം, രാജ്യസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. പക്ഷേ രാജ്യസഭയിലെ അംഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട് അല്ലേ. 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഓർത്ത് വെക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? രാജ്യസഭയുടെ ഘടനയെ പറ്റി പറയുന്ന സമയത്ത് 250 അംഗങ്ങളാണ് ആകെ ഉള്ളത്. അതിൽ 238 പേര് എന്താണ്? പരോക്ഷമായി തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. 12 പേരാണെങ്കിലോ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരാണ്. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. എന്നാൽ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അംഗത്തിന്റെ കാലാവധി ഏകദേശം 6 വർഷമാണ് വരുന്നത്. സോ അപ്പോൾ നമ്മൾ രാജ്യസഭയെ പറ്റി പഠിച്ചു. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ലോക്സഭയെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉപരിസഭയാണ് രാജ്യസഭ എന്ന് പറഞ്ഞല്ലേ. ഇനി ലോക്സഭയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെന്റിന്റെ അധോ മണ്ഡല സഭയാണ് ഏത്? ലോകസഭ, അല്ലെങ്കിൽ അധോ സഭ എന്ന് വിളിക്കുന്നത് ലോക്സഭയെയാണെന്ന് പറയാം. ലോക്സഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് പ്രത്യക്ഷ രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ലോക്സഭയിലേക്കുള്ളത്. ഇതിനായി രാജ്യത്തെ ഭൂപ്രദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിയോജക മണ്ഡലങ്ങളായി വിഭജിച്ചിരിക്കുന്നു. സാധാരണയായി എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഏതാണ്ട് തുല്യമായ ജനസംഖ്യ ഉണ്ടായിരിക്കും. എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ അംഗങ്ങളെ വീതം തെരഞ്ഞെടുക്കുന്നു. ഇപ്പോൾ രാജ്യത്ത് 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. 1971 സെൻസസിന് ശേഷം ഇതിൽ മാറ്റം വരുത്തിയിട്ടില്ല. 2 ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ രാഷ്ട്രപതി ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. പക്ഷെ നമ്മളിപ്പോൾ അത് പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പം അങ്ങനെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന ആ ഒരു രീതി എന്താണ്? ഭരണഘടനാ ഭേദഗതിയോട് കൂടിയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. എന്നാൽ ഒരു പാർട്ടിക്കും അല്ലെങ്കിൽ ഒരു സഖ്യത്തിനും ഭൂരിപക്ഷം ഇല്ലെങ്കിലോ സഭ പിരിച്ചുവിടാൻ പ്രധാനമന്ത്രി പ്രസിഡന്റിനെ ഉപദേശിക്കുകയോ ചെയ്താൽ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് രാഷ്ട്രപതിക്ക് ലോക്സഭ പിരിച്ചുവിടാം. അപ്പോൾ ആർക്കാണ് ലോക്സഭ പിരിച്ചുവിടാനുള്ള അധികാരമുള്ളത്? അത് രാഷ്ട്രപതിക്കാണ്. ഓക്കെ, അപ്പോൾ അവിടെയും പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചേക്കുക. അതായത് 543 ലോക്സഭ
ലോക്സഭാ നിയോജക മണ്ഡലങ്ങളാണുള്ളത്. അതായത് 543 അംഗങ്ങളാണുള്ളത്. അതിലെന്താണ് 2 പേരെ എന്തായിരിക്കും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരായിരിക്കും. ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. എന്നാൽ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു സഖ്യത്തിന് ഭൂരിപക്ഷം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ സഭ പിരിച്ചുവിടാൻ പ്രധാനമന്ത്രി പ്രസിഡന്റിനെ ഉപദേശിക്കുകയോ ചെയ്താൽ കാലാവധി പൂർത്തിയാകാതെ എന്ത് ചെയ്യാം, ഈ ഒരു ലോക്സഭ പിരിച്ചുവിടാൻ പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പാർലമെന്റിന്റെ ചുമതലകളെ പറ്റിയാണ്. ഇത് ഓൾറെഡി നമ്മൾ SCERT പാഠഭാഗങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് എന്തൊക്കെയാണ് ചുമതലകൾ എന്നുള്ള കാര്യം ഞാനൊന്ന് മെൻഷൻ ചെയ്തു പോവാം. ഒന്നാമത്തേത് നമുക്കൊക്കെ അറിയുന്നത് പോലെ എന്താണ്, നിയമനിർമ്മാണം. എന്താണ്, പാർലമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ് നിയമനിർമ്മാണം. പിന്നെ അടുത്തത് വരുന്നത് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക. ഇത് നമ്മൾ SCERT പാഠഭാഗത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുക. മൂന്നാമത്തെ ഒരു ചുമതലയാണ് സാമ്പത്തിക നിയന്ത്രണം. അപ്പോൾ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാവേ. അതായത് ഗവൺമെൻറ് വിവിധ ഇനം നികുതികളിലൂടെയാണ് പണം കണ്ടെത്തുന്നത്. നമ്മൾ എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള SCERT പാഠഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാൽ പാർലമെൻറ്റിൻ്റെ അധികാരത്തോടെ അല്ലാതെ നികുതി ചുമത്താൻ ഗവൺമെൻറ്റിന് കഴിയില്ല. അതാണ് ഇമ്പോർട്ടൻ്റ്, ഓർത്ത് വെക്കണേ. പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തോടെ അല്ലാതെ നികുതി ചുമത്താൻ എന്തിനു പറ്റില്ല, ഗവൺമെൻറ്റിന് പറ്റില്ല. ഒരു നികുതി നിർദ്ദേശവും ലോക്സഭയുടെ അംഗീകാരവും ഇല്ലാതെ നടപ്പിലാക്കാൻ കഴിയില്ല. എല്ലാ വർഷവും ധനമന്ത്രി അവതരിപ്പിക്കുന്ന വാർഷിക വരവ് ചെലവ് കണക്കായ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളിലൂടെയാണ് സർക്കാരിന് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും ചെലവുകൾ നടത്താനുമുള്ള അനുവാദം പാർലമെന്റിൽ നിന്ന് ലഭിക്കുന്നത്. സാമ്പത്തിക നിയന്ത്രണം എന്താണ്, പാർലമെന്റിന്റെ ഒരു ചുമതലയാണ്. പിന്നെ വരുന്നതാണ് പ്രാതിനിധ്യ ചുമതല. അതായത് പാർലമെന്റിലെ അംഗങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരായതിനാൽ വിവിധ പ്രാദേശിക, സാമൂഹ്യ, സാമ്പത്തിക, മതവിഭാഗങ്ങളുടെ കാഴ്ചപ്പാടുകൾ പാർലമെന്റ് പ്രതിനിധാനം ചെയ്യുന്നു. പിന്നെയോ ചർച്ചാപരമായിട്ടുള്ള ചുമതല. അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ചർച്ചാ വേദിയാണ് ഈ പാർലമെന്റ് എന്ന് പറയുന്നത്. ചർച്ചകൾ നടക്കുന്നതിനുള്ള പാർലമെന്റിന്റെ അധികാരത്തിന് യാതൊരുവിധ നിയന്ത്രണവുമില്ല. ഭയരഹിതമായി ഏതൊരു കാര്യത്തെക്കുറിച്ചും സംസാരിക്കുവാനുള്ള അവകാശം പാർലമെന്റ് അംഗങ്ങൾക്കുണ്ട്. രാഷ്ട്രം അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തെക്കുറിച്ചും വിശകലനം നടത്താൻ ഇത് പാർലമെന്റിനെ പ്രാപ്തമാക്കുന്നു. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്, നമുക്കറിയാവുന്നത് തന്നെയാണ് ഭരണഘടനാ ഭേദഗതി അല്ലെ. ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ അല്ലെങ്കിൽ അമെൻമെന്റുകൾക്കുള്ള അധികാരമുള്ളത് പാർലമെന്റിനാണ്. പിന്നെ വരുന്ന ഏതാണ്, തെരഞ്ഞെടുപ്പ് ചുമതല. ആരുടെയൊക്കെ? ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ കഴിഞ്ഞ LDC, അതായത് തിരുവനന്തപുരം LDCയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് പഠിക്കാം, അതിനുശേഷം ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും അധികാരങ്ങളെ പറ്റിയാണ്. അപ്പോൾ SCERTയിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതിലുമൊക്കെ കുറച്ചധികമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം പറയാൻ പോകുന്നത് ലോകസഭയുടെ അധികാരങ്ങളെ പറ്റിയാണ്. ഒന്ന് നോക്കിക്കേ, യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നു. അപ്പോൾ നമ്മൾ ഈ ലിസ്റ്റുകളെ പറ്റി കഴിഞ്ഞ ഒരു ദിവസം ക്ലാസ് എടുത്തിരുന്നു. അതായത് നമ്മുടെ പുതിയ പാഠപുസ്തകം ഉണ്ടല്ലോ, 9ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലിസ്റ്റുകളെ പറ്റി പറയുന്നുണ്ട്. സോ നിങ്ങൾ ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ, അത് പഠിച്ചിട്ടില്ലാത്തൊരു ഭാഗമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ് കണ്ടത് പഠിക്കുക. കാര്യം ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളിലൊക്കെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്തേക്കുക, യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റൊക്കെ നമ്മളവിടെ പഠിച്ചു. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്ര സർക്കാരിന് നിയമനിർമ്മാണ അധികാരമുള്ള ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനും ഉണ്ട്, അതേപോലെ സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണത്തിലൊക്കെ അധികാരമുള്ള ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. അതേപോലെ സംസ്ഥാനങ്ങൾക്ക് മാത്രം അധികാരം വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. അതൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലോക്സഭയുടെ ഒരു പ്രധാനപ്പെട്ട അധികാരം എന്ന് പറയുന്നത് ഈ യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ലോക്സഭയാണ്. പിന്നെ ധനേതര ബില്ലുകൾ അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യും. അപ്പോൾ നമ്മൾ SCERT പാഠഭാഗങ്ങളൊക്കെ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്, എന്താണ്, ധനബില്ലുകളും ഉണ്ട്, ധനേതര ബില്ലുകളും ഉണ്ട് അല്ലേ. അപ്പോൾ അതിലും ഒക്കെ എന്താണ്, നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ലോക്സഭയ്ക്കുണ്ട്. പിന്നെയോ നികുതി നിർദ്ദേശങ്ങൾ, വാർഷിക സാമ്പത്തിക കണക്കുകൾ, ബഡ്ജറ്റ് തുടങ്ങിയ പ്രമേയങ്ങൾ അംഗീകരിക്കുന്നു. സോ നികുതി നിർദ്ദേശങ്ങൾ, വാർഷിക സാമ്പത്തിക കണക്കുകൾ, ബഡ്ജറ്റ് ഇതൊക്കെ അംഗീകരിക്കുന്നത് ലോക്സഭയാണ്. പിന്നെയോ ചോദ്യങ്ങൾ, അനുബന്ധ ചോദ്യങ്ങൾ, അവിശ്വാസ പ്രമേയം എന്നിവയിലൂടെ
കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു. സോ ലോക്സഭ ചോദ്യങ്ങൾ, അനുബന്ധ ചോദ്യങ്ങൾ, അവിശ്വാസ പ്രമേയം എന്നിവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഭരണഘടന ഭേദഗതി ചെയ്യുന്നുണ്ട്. അത് രണ്ടും ഉണ്ടല്ലേ, ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ആ ഒരു അധികാരമുള്ളതാണ്. ഇനി അടുത്തത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം അംഗീകരിക്കുന്നു. സോ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം അംഗീകരിക്കുന്നത് ലോക്സഭയാണ്. ഇനി പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കുന്നു. പിന്നെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാർ തുടങ്ങിയവരെയൊക്കെ നീക്കം ചെയ്യുന്നു. സോ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതും വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിലും ഒക്കെ ലോക്സഭ പങ്കുവഹിക്കുന്നുണ്ട്. അതേപോലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെയൊക്കെ നീക്കം ചെയ്യാനുള്ള അധികാരവും ആർക്കുണ്ട്, ലോക്സഭയ്ക്കുണ്ട്. ഇനി കമ്മിറ്റികൾ, കമ്മീഷനുകൾ എന്നിവ രൂപീകരിക്കുകയും അവയുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയും ചെയ്യുന്നത് ലോക്സഭയാണ്. അപ്പോൾ ലോക്സഭയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 7 പോയിന്റുകൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഒന്നാമത്തേത് എന്താണ്, യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നു. പിന്നെയോ ധനേതര ബില്ലുകൾ അവതരിപ്പിക്കുകയും നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുന്നു. പിന്നെയോ നികുതി നിർദ്ദേശങ്ങൾ, വാർഷിക സാമ്പത്തിക കണക്കുകൾ, ബഡ്ജറ്റ് തുടങ്ങിയ പ്രമേയങ്ങൾ അംഗീകരിക്കുന്നു. അതേപോലെ ചോദ്യങ്ങൾ, അനുബന്ധ ചോദ്യങ്ങൾ, അവിശ്വാസ പ്രമേയങ്ങൾ എന്നിവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു. അതേപോലെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുണ്ട്. പിന്നെയോ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം അംഗീകരിക്കുന്നത് ലോക്സഭയാണ്. അതേപോലെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കുന്നുണ്ട്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഹൈക്കോടതി ചീഫ്, അതേപോലെ സുപ്രീം കോർട്ടിലെയൊക്കെ ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിൽ പങ്കുവഹിക്കുന്നത് ലോക്സഭയാണ്. പിന്നെ കമ്മിറ്റികൾ, കമ്മീഷനുകളൊക്കെ രൂപീകരിക്കുകയും അവയുടെ റിപ്പോർട്ടുകളൊക്കെ പരിഗണിക്കുകയും ചെയ്യുന്നത് ലോക്സഭയാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് രാജ്യസഭയെ പറ്റിയാണ് കേട്ടോ. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും പാസ്സാക്കുകയും ചെയ്യുന്നു. ധനബില്ലുകൾക്ക് ഭേദഗതികൾ നിർദ്ദേശിക്കുന്നു. അപ്പോൾ നമ്മൾ SCERT പാഠഭാഗം പഠിച്ച സമയത്ത് നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് മണി ബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്, ലോക്സഭയിലാണ്. ബാക്കിയുള്ള ഏത് ബില്ലുകളും ലോക്സഭയിൽ അവതരിപ്പിച്ചാലും കുഴപ്പമില്ല, രാജ്യസഭയിൽ അവതരിപ്പിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ രാജ്യസഭ പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് ധനേതര ബില്ലുകളാണ്. അതേപോലെ തന്നെ ധനബില്ലുകളിൽ ഭേദഗതി നിർദ്ദേശം, അതായത് ലോക്സഭയാണ് ഇത് അംഗീകരിച്ച് കൊണ്ടുവരുന്നത്. അതിനുശേഷം എന്തെങ്കിലും ഭേദഗതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് മാത്രമേ രാജ്യസഭയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തതാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നു. ഇനി ചോദ്യങ്ങൾ, അനുബന്ധ ചോദ്യങ്ങൾ, പ്രമേയം എന്നിവയിലൂടെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു. അപ്പോൾ അത് രണ്ടിനും കോമൺ ആണ്. അതേപോലെ തന്നെ നമ്മൾ കണ്ടു, ഭരണഘടനാ ഭേദഗതിയും ലോക്സഭയ്ക്കും രാജ്യസഭയുടെയും ഒക്കെ പറ്റുന്ന അധികാരമാണ്. പിന്നെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ രാജ്യസഭയും പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാർ തുടങ്ങിയവരെ നീക്കം ചെയ്യുന്നു. നമ്മൾ ലോക്സഭയിലും ആ കാര്യം പറഞ്ഞതാണ്. പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യങ്ങളുടെ നിയമനിർമ്മാണത്തിനുള്ള അധികാരം യൂണിയൻ പാർലമെന്റിന് കൈമാറാം. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യങ്ങളുടെ നിയമനിർമ്മാണത്തിനുള്ള അധികാരം എന്താണ്, യൂണിയൻ പാർലമെന്റിന് വേണമെങ്കിൽ രാജ്യസഭയ്ക്ക് കൈമാറാം. അപ്പോൾ ഇവിടെ ഈ അധികാരങ്ങളെ പറ്റി പറയുന്ന സമയത്ത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ആദ്യം കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഓർക്കാം. എന്തൊക്കെയാണ്, ഭരണഘടന ഭേദഗതി ചെയ്യുന്നു അല്ലേ, രണ്ട് കൂട്ടർക്കും, ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും പറ്റുന്നതാണ്. അതേപോലെ ചോദ്യങ്ങൾ, അനുബന്ധ ചോദ്യങ്ങൾ, അവിശ്വാസ പ്രമേയങ്ങൾ, ഇതിലൂടെയൊക്കെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ലോക്സഭയാണ്. എന്നാൽ ചോദ്യങ്ങൾ, അനുബന്ധ പ്രമേയങ്ങളിലൂടെയൊക്കെ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കാൻ രാജ്യസഭയ്ക്കും കഴിയുന്നുണ്ട്. പിന്നെന്താണ്, പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ ഇരു കൂട്ടർക്കും പറ്റുന്നുണ്ട്. അതേപോലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെയൊക്കെ ജഡ്ജിമാരെയൊക്കെ നീക്കം ചെയ്യുന്നതിലും ഇവർ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു ഡിഫറൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കമ്മിറ്റികളും കമ്മീഷനുകളും ഒക്കെ രൂപീകരിക്കുന്നതും അവയുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുന്നതും ലോക്സഭയാണ്. എന്നാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യങ്ങളുടെ നിയമനിർമ്മാണത്തിനുള്ള അധികാരം യൂണിയൻ പാർലമെന്റിന് കൈമാറാനാവുന്നത് രാജ്യസഭയ്ക്കാണ്. അതേപോലെ ധനബില്ലുകൾ കൈകാര്യം ചെയ്യുന്നത് ലോക്സഭയാണ്. ധനബില്ലുകളും ധനേതര ബില്ലുകളും ലോക്സഭ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ രാജ്യസഭയിലാണെങ്കിൽ ധനബില്ലുകൾ ഭേദഗതി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. ഇനി രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങൾ എന്തെല്ലാം, ഇതായിരുന്നു പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ടും പഠിച്ചു പോവുക. നോക്കിക്കൊള്ളുക. പാർലമെന്റിൽ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനമായിട്ടാണ് രാജ്യസഭ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ വേണമെങ്കിൽ തരാൻ പറ്റുന്നതാണ്.
അപ്പോൾ നോക്കുക, പാർലമെന്റിൽ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനമായിട്ടാണ് രാജ്യസഭ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്താണ്, പാർലമെന്റിൽ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ത്, രാജ്യസഭ എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ ലോക്സഭയുടെ അല്ല, രാജ്യസഭയുടെ ലക്ഷ്യമാണ് സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ പരിഗണനയ്ക്കും അംഗീകാരത്തിനും വിടേണ്ടതുണ്ട്. കണ്ടോ, നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ കണ്ടോ, ഈ 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. ശരിയായ പ്രസ്താവനയല്ലേ അത്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അത് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഇനി, സംസ്ഥാന പട്ടികയിലുള്ള ഏതെങ്കിലും വിഷയം രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. ഈ വ്യവസ്ഥ രാജ്യസഭയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട പോയിന്റുകൾ 3-4 ഉണ്ട്. ഞാൻ പറയാം. ആദ്യത്തെ ഒരു പോയിന്റ് ഇതാണ്, അതായത് എന്താണ്, പാർലമെന്റിൽ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന് വേണ്ടിയിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഒരു സഭയാണ് രാജ്യസഭ എന്ന് പറയുന്നത്. ഇനി, സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് രാജ്യസഭയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ പരിഗണനയ്ക്കും അംഗീകാരത്തിനും വിടേണ്ടതുണ്ട്. പിന്നെ പറയേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു പോയിന്റ് ആണ്, അതായത് സംസ്ഥാന പട്ടികയിലുള്ള സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു വിഷയം രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. ഈ വ്യവസ്ഥ രാജ്യസഭയുടെ കരുത്ത് വർദ്ധിപ്പിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, 42ാം ഭേദഗതിയിൽ 5 കാര്യങ്ങൾ എവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്താണ്, രാജ്യസഭയുടെ അംഗീകാരം വേണം. പിന്നെ ധനബില്ലുകൾക്ക് മുൻകൈ എടുക്കുവാനും ഭേദഗതികൾ വരുത്തുവാനും ലോക്സഭയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. അതുപോലെ തന്നെ മന്ത്രിസഭയ്ക്ക് വിധേയത്വമുള്ളത് ലോക്സഭയോട് മാത്രമായിരിക്കും. രാജ്യസഭയ്ക്ക് സർക്കാരിനെ വിമർശിക്കാം, എന്നാൽ പുറത്താക്കാൻ അധികാരമില്ല. അവിശ്വാസ പ്രമേയത്തിലൂടെ ഗവൺമെന്റിനെ പുറത്താക്കുവാനുള്ള അധികാരം ലോക്സഭയ്ക്ക് മാത്രമാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ്, നോക്കി വെച്ചേക്കുക. അതായത് ധനബില്ലുകൾക്ക് മുൻകൈ എടുക്കുവാനും ഭേദഗതികൾ വരുത്താനും എന്താണ്, ലോക്സഭയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളൊക്കെ വെക്കാൻ ആർക്ക് പറ്റും, രാജ്യസഭയ്ക്ക് പറ്റും. അതുപോലെ തന്നെ മന്ത്രിസഭയ്ക്ക് വിധേയത്വമുള്ളത് ലോക്സഭയോട് മാത്രമായിരിക്കും. രാജ്യസഭയ്ക്ക് എന്താണ്, സർക്കാരിനെ വിമർശിക്കാം, എന്നാൽ എന്താണ്, പുറത്താക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. ഇനി, അവിശ്വാസ പ്രമേയത്തിലൂടെ ഗവൺമെന്റിനെ പുറത്താക്കുവാനുള്ള അധികാരം ലോക്സഭയ്ക്ക് മാത്രമാണ്. അപ്പോൾ ആ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി, പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുന്നത് എങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു നമ്മൾ SCRT നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒന്നാം സഭ, അതായത് ഒന്നാം വായന, രണ്ടാം വായന എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഇവിടെയും പറയുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതും ഈ ഇടയ്ക്ക് നടന്നൊരു പരീക്ഷയിൽ ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് റിപ്പോർട്ടിംഗ് ഘട്ടമുള്ളത് ഏത് വായനയിലാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഏത് സഭയിലാണോ ആദ്യമായിട്ട് ആ ഒരു ബില്ല് പരിഗണിക്കുന്നത് അതിനെ നമ്മൾ ഒന്നാം സഭയെന്ന് വിളിക്കും. മണി ബില്ല് ഒഴികെയുള്ള ബാക്കി എല്ലാ ബില്ലുകളും രാജ്യസഭയിലോ അല്ലെങ്കിൽ ലോക്സഭയിലോ ആദ്യം എന്ത് ചെയ്യാം, ആദ്യം അവതരിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിയമനിർമ്മാണം നടത്തുന്നതിന് ഭരണഘടന നിഷ്കർഷിച്ചിട്ടുള്ള ചില വ്യക്തമായ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന ചാർട്ട് ഒരു നയപരമായ തീരുമാനം ബില്ലായി വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് നിയമമായി മാറുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ആദ്യം നോക്കിക്കൊള്ളുക, ഒന്നാം സഭ. അപ്പോൾ ഒരു ബില്ല് എന്താണ്, ഒന്നാം സഭയിലേക്ക് എത്തിയേ. അപ്പോൾ ആ സമയത്ത് എന്താണ്, അത് രാജ്യസഭയാവാം അല്ലെങ്കിൽ എന്താണ്, ലോക്സഭയാവാം. മണി ബില്ലല്ലെന്ന് തൽക്കാലം വിചാരിക്കുക. അപ്പോൾ അതിൽ മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഒന്നാം സഭയിലാണെങ്കിലും രണ്ടാം സഭയിലാണെങ്കിലും 3 വായനകൾ നടക്കുന്നുണ്ട് അല്ലേ. ഒന്നാം വായനയുണ്ട്, രണ്ടാം വായനയുണ്ട്, മൂന്നാം വായനയുണ്ട്. അപ്പോൾ നോക്കിക്കൊള്ളുക, ആദ്യം ഒന്നാം സഭയിൽ ആ ബില്ലെത്തി. അപ്പോൾ എന്താണ്, ആദ്യം ഒന്നാം വായനയ്ക്ക് അത് വിധേയമാവുന്നു, പിന്നെയോ രണ്ടാം വായനയ്ക്ക് വിധേയമാകുന്നു. അപ്പോൾ ഈ രണ്ടാം വായനയിലുള്ള ഘട്ടമാണ് റിപ്പോർട്ടിംഗ് ഘട്ടവുമുണ്ട്, അതേപോലെ കമ്മിറ്റി ഘട്ടവുമുണ്ട്. സോ റിപ്പോർട്ടിംഗ് ഘട്ടവും കമ്മിറ്റി ഘട്ടവും ഉള്ളത് എന്താണ്, രണ്ടാം വായനയിലാണ്. പിന്നെ എന്താണ്, മൂന്നാം വായനയിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 വായനകൾക്ക് ശേഷം അത് രണ്ടാം സഭയിലേക്ക് കൈമാറുന്നു. രണ്ടാം സഭയിലും ഇത്തരത്തിൽ ഒന്നാം വായന നടക്കുന്നു, പിന്നെ രണ്ടാം വായന നടക്കുന്നു, മൂന്നാം വായന നടക്കുന്നു.
അപ്പോൾ ഇവിടെയും എന്താണ്, രണ്ടാം വായനയിൽ 2 ഘട്ടങ്ങളുണ്ട്. കമ്മിറ്റി ഘട്ടവുമുണ്ട്, റിപ്പോർട്ടിംഗ് ഘട്ടവുമുണ്ട്. അപ്പം നോക്കിയേക്കുക, ഒരു ബില്ല് എന്നാൽ എന്താണെന്ന് അറിയാമോ? എന്താണെന്ന് അറിയാലോ. എന്താണ്? നിർദ്ദേശിക്കപ്പെടുന്ന ഒരു നിയമത്തിൻ്റെ കരട് രേഖയാണ് ബില്ല്. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. നിയമത്തിൻ്റെ കരട് രേഖയാണ് എന്ത്? ബില്ല്. ഒരു ബില്ല് നിയമമായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? രാജ്യസഭയും ലോക്സഭയും അംഗീകരിക്കണം. ശേഷം എന്താണ്? രാഷ്ട്രപതി ഒപ്പിടുകയും വേണം. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ധനകാര്യ ബില്ലുകൾ ഒഴികെ മറ്റെല്ലാ ബില്ലുകളും രണ്ടിലേതെങ്കിലും ഒരു സഭയിൽ അവതരിപ്പിച്ചാൽ മതിയാകും. എന്നാൽ ധനകാര്യ ബില്ലുകൾ ലോക്സഭയിൽ മാത്രമേ ആദ്യമായി അവതരിപ്പിക്കാനാവൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം. ആദ്യത്തെ സഭ ബില്ല് പാസാക്കിയാൽ ഇതിനെ അടുത്ത സഭ പരിഗണനയ്ക്കായി വിടുന്നു. രണ്ടാമത്തെ സഭയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബില്ല് പാസാക്കിയാൽ അതിനെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ ബില്ല് നിയമമായി മാറും. നമ്മൾ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലേ. ഇനി അടുത്ത് നോക്കാം. സ്വകാര്യ ബില്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മന്ത്രിയല്ലാത്ത ഒരു സഭാംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. അപ്പോൾ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലിനെയാണ് സ്വകാര്യ ബില്ല് എന്ന് പറഞ്ഞത്. അതായത് ഇത് അവതരിപ്പിക്കുന്ന ആരായിരിക്കും? ഏതെങ്കിലും ഒരു സഭാ അംഗമായിരിക്കും. എന്താണ്? അയാൾ മന്ത്രി ആയിരിക്കില്ല കേട്ടോ. പിന്നെ ബില്ല് ഒരു മന്ത്രിയാണ് സഭയിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ അതിനെ ഗവൺമെന്റ് ബില്ലെന്ന് പറയുന്നു. അപ്പോൾ ഒരു ബില്ല് ഒരു മന്ത്രിയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഗവൺമെന്റ് ബില്ല് എന്നാണ്. സഭാംഗമാണെങ്കിലോ അത് സ്വകാര്യ ബില്ലായിരിക്കും സഭാംഗങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇനി അടുത്തതാണ് ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയ. നോക്കിക്കേ, ഇന്ത്യൻ ഭരണഘടനയുടെ 107 മുതൽ 122 വരെയുള്ള വകുപ്പുകൾ പാർലമെന്റിൽ ബില്ല് പാസ്സാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പം ഒന്നാം വായനയാണ്. ഒന്നാം വായന എന്ന് പറഞ്ഞാൽ എന്താ നടക്കുന്നത്? ബില്ലിന്റെ അവതരണമാണ് ഒന്നാം വായനയിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, വിവിധ തരം ബില്ലുകളുണ്ട്. എന്തൊക്കെയുണ്ട്? ഗവൺമെന്റ് ബില്ലുണ്ട്, നമ്മൾ പറഞ്ഞു മന്ത്രി അവതരിപ്പിക്കുന്നതെന്നല്ലേ. അതേപോലെ തന്നെ ധനേതര ബില്ലുകളുണ്ട്. അതായത് സാധാരണ ബില്ലുണ്ടാവും അതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ എന്താണ്, ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട ബില്ലുണ്ട്. പിന്നെന്താണ്? സ്വകാര്യ വ്യക്തിയുടെ ബില്ലുണ്ട്. ഒരു അംഗം അവതരിപ്പിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ബില്ലുണ്ട്. അതേപോലെ ധനബില്ല് അല്ലെങ്കിൽ മണി ബില്ലുണ്ട്. അപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് വരുന്നത് ധനേതര ബില്ലിലാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. സോ ടൈപ്സ് ഓഫ് ബിൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത് നോക്കിക്കേ, സഭയുടെ അനുമതി വാങ്ങിയ ശേഷം ഒരു വിശദീകരണ പ്രസ്താവനയോടുകൂടി ഏതെങ്കിലും അംഗം ബില്ല് അവതരിപ്പിക്കുന്നു. അപ്പോൾ എന്താണ്? സഭയുടെ അനുമതി ആദ്യം വാങ്ങും. അതിനുശേഷം എന്താണ്? ഒരു വിശദീകരണ പ്രസ്താവനയോടുകൂടി ഏതെങ്കിലും ഒരു അംഗം ബില്ല് അവതരിപ്പിക്കുന്നു. ബില്ല് എതിർപ്പ് നേരിടുകയാണെങ്കിൽ അവതരിപ്പിച്ച അംഗത്തിനും എതിർത്ത അംഗത്തിനും അവരുടെ നിലപാട് വിശദീകരിക്കുന്നതിൽ അവസരം ലഭിക്കുന്നു. ഭൂരിപക്ഷം അംഗങ്ങൾ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യ ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, എന്താണ്? ഭൂരിപക്ഷം അംഗങ്ങളും ബില്ലിന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഇന്ത്യ ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. പിന്നെയോ ഇതൊക്കെ നടക്കുന്നത് ഒന്നാം വായനയിലാണ് കേട്ടോ. അപ്പോൾ ഒന്നാം വായനയിലെ കാര്യങ്ങളാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പോയിന്റുകൾ. എന്തൊക്കെയായിരുന്നു? ഒന്ന് നമ്മൾ പറഞ്ഞ ഒന്നാം വായന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബില്ലിന്റെ അവതരണമാണ് ഒന്നാം വായനയിൽ നടക്കുന്നത്. പിന്നെന്താണ്? സഭയുടെ അനുമതി വാങ്ങിയ ശേഷം ഒരു വിശദീകരണ പ്രസ്താവനയോടുകൂടി ഏതെങ്കിലും ഒരു അംഗമാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. ബില്ല് എതിർപ്പ് നേരിടുകയാണെങ്കിൽ അവതരിപ്പിച്ച അംഗത്തിനും എതിർത്ത അംഗത്തിനും അവരുടെ നിലപാട് വിശദീകരിക്കുന്നതിന് അവസരം ലഭിക്കുന്നുണ്ട്. പിന്നെ ഭൂരിപക്ഷം അംഗങ്ങൾ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യ ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. ഇനി അടുത്ത ഘട്ടമായിട്ടുള്ള രണ്ടാം വായനയിലേക്ക് നമുക്ക് വരാം. രണ്ടാം വായനയിൽ 2 ഘട്ടങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? കമ്മിറ്റി ഘട്ടവുമുണ്ട്, അതേപോലെ തന്നെ റിപ്പോർട്ടിംഗ് ഘട്ടവുമുണ്ട്. അപ്പോൾ ഓർത്തു വെച്ചേക്കുക, രണ്ടാം വായനയിലാണ് കമ്മിറ്റി ഘട്ടവും റിപ്പോർട്ടിംഗ് ഘട്ടവും ഉള്ളത്. പിന്നെ ഈ രണ്ടാം വായന എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഘട്ടത്തിൽ ബില്ലിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടമാണിത്. സോ ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായനയിൽ ഏറ്റവും ദൈർഘ്യമേറിയ, ഏറ്റവും സമയമെടുക്കുന്നത് രണ്ടാം വായനയ്ക്കാണ്. ഇനി ഈ രണ്ടാം വായനയിലാണ് 2 ഘട്ടങ്ങളുള്ളതും അല്ലേ. കമ്മിറ്റി ഘട്ടവുമുണ്ട്, റിപ്പോർട്ടിംഗ് ഘട്ടവുമുണ്ട്. ഇനി ചർച്ചയ്ക്ക് ശേഷം ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുന്നു. അപ്പോൾ നോക്കിക്കോ, കമ്മിറ്റി ഘട്ടവുമുണ്ട്, റിപ്പോർട്ടിംഗ് ഘട്ടവുമുണ്ടെന്ന് പറഞ്ഞു. കമ്മിറ്റി ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ ഉൾപ്പെടുത്തി സഭ സെലക്ട് കമ്മിറ്റി രൂപീകരിക്കുന്നു. കമ്മിറ്റിയിലെ അംഗങ്ങൾ ബില്ലിലെ വ്യവസ്ഥകൾ സൂക്ഷ്മമായി വിലയിരുത്തി സഭയിൽ ചർച്ച ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഇതാണ് കമ്മിറ്റി ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത റിപ്പോർട്ടിംഗ് ഘട്ടമാണ്. കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ സഭ ബില്ലിലെ വ്യവസ്ഥകൾ, ഓരോ ഭേദഗതി നിർദ്ദേശങ്ങളും ചർച്ച ചെയ്ത് വോട്ടിടുന്നു. അതാണ് റിപ്പോർട്ടിംഗ് ഘട്ടത്തിൽ നടക്കുന്നത്. സോ ഇത് രണ്ടും നടക്കുന്നത് രണ്ടാം വായനയിലാണ്. ഇനി അടുത്തത് മൂന്നാം വായനയിലേക്ക് വരാം. മൂന്നാം വായനയ്ക്കായി നിശ്ചയിക്കപ്പെടുന്ന ദിവസം
അംഗീകാരത്തിനായി ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നു. കാര്യമായ മാറ്റങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ബില്ലിന് വരുത്താറില്ല. ഹാജരായ അംഗങ്ങളിൽ ഭൂരിപക്ഷം പേരും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ സഭ ബില്ല് പാസ്സായതായി കണക്കാക്കും. ഒരു സഭ ബില്ല് പാസ്സാക്കിയാൽ രണ്ടാമത്തെ സഭയിലും ഇതേ നടപടികൾ എല്ലാം പൂർത്തിയാക്കണം. രണ്ടാമത്തെ സഭയിൽ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഇരു സഭകളിലെയും സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടി തീരുമാനമെടുക്കുന്നു. നമ്മൾ SCERT പഠിച്ചു അല്ലേ, സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്, രാഷ്ട്രപതിയാണ് അല്ലേ. സോ മൂന്നാം വായനയിൽ എന്താ സംഭവിക്കുന്നത്? മൂന്നാം വായനയിൽ നിശ്ചയിക്കപ്പെടുന്ന ദിവസം അന്തിമ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ബില്ല് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് എന്താണ്, വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ബില്ലിന് വരുത്താറില്ല. പിന്നെ അപ്പോൾ ആ ഒരു മൂന്നാം വായന നടക്കുന്ന സമയത്ത് ഹാജരായിട്ടുള്ള അംഗങ്ങളിൽ ഭൂരിപക്ഷം പേരും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബില്ല് പാസ്സാക്കിയതായിട്ടാണ് സഭ കണക്കാക്കുന്നത്. ഓക്കെ, ഇനി ഒരു സഭ ബില്ല് പാസ്സാക്കിയാൽ രണ്ടാമത്തെ സഭയിലും ഇതേ നടപടികൾ തന്നെയാണ് പൂർത്തിയാക്കേണ്ടത്. രണ്ടാമത്തെ സഭയിൽ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഇരു സഭകളിലെയും സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടി അത് തീരുമാനമെടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ധനകാര്യ ബില്ലിന്റെ കാര്യത്തിൽ രാജ്യസഭയുടെ അധികാരങ്ങൾ പരിമിതമാണ്. ഒന്നുകിൽ ബില്ല് അംഗീകരിക്കുക അല്ലെങ്കിൽ ഭേദഗതി നിർദ്ദേശിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഒരിക്കലും ഒരു ധനകാര്യ ബില്ല് തള്ളിക്കളയാൻ രാജ്യസഭയ്ക്ക് കഴിയില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നോട്ട് ചെയ്യണേ. സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം. ഒരിക്കലും ഒരു ധനകാര്യ ബില്ല് തള്ളിക്കളയാൻ രാജ്യസഭയ്ക്ക് കഴിയില്ല. രാജ്യസഭ നൽകുന്ന ഭേദഗതികൾ ലോക്സഭയ്ക്ക് അംഗീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യും. അപ്പം അതിനുള്ള റൈറ്റും ലോക്സഭയ്ക്ക് ഉണ്ടെന്ന് ഒന്ന് ഓർത്തു വെച്ചേക്കുക കേട്ടോ. അതായത് രാജ്യസഭയ്ക്ക് ധനകാര്യ ബില്ലിന്മേൽ വലിയ അധികാരമൊന്നുമില്ല. ഈ ധനകാര്യ ബില്ല് രാജ്യസഭയിലേക്ക് എത്തുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ എന്താ, ഇതിനെ അംഗീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും ഭേദഗതി നിർദ്ദേശിക്കുക. അല്ലാതെ ഒരു കാരണവശാലും ധനകാര്യ ബില്ലിനെ തള്ളിക്കളയാൻ രാജ്യസഭയ്ക്ക് കഴിയില്ല. ഇനി ഈ രാജ്യസഭയ്ക്ക് നമ്മൾ പറഞ്ഞല്ലോ ഭേദഗതി നിർദ്ദേശങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ ഭേദഗതി നിർദ്ദേശങ്ങൾ രാജ്യസഭ കൊടുത്താലും ലോക്സഭ അത് അംഗീകരിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അംഗീകരിക്കുകയോ അല്ലെങ്കിൽ തള്ളിക്കളയുകയോ ചെയ്യാം. 14 ദിവസത്തിനകം നടപടി ഒന്നും എടുത്തില്ല എങ്കിൽ ആ ബില്ല് രാജ്യസഭ പാസ്സാക്കിയതായി പരിഗണിക്കും. അപ്പോൾ അത് അടുത്തൊരു പോയിന്റാണ്. 14 ദിവസത്തിനുള്ളിൽ രാജ്യസഭയുടെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ ഒരു ബില്ല് പാസ്സാക്കിയതായിട്ട് എന്താണ്, ലോക്സഭ പരിഗണിക്കും. ഇരു സഭകളും അംഗീകരിച്ച ശേഷം ബില്ല് പ്രസിഡന്റിന്റെ അനുമതിക്കായി അയക്കും. അനുമതി ലഭിക്കുന്നതോടെ ബില്ല് നിയമമായി മാറുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ. പാർലമെന്റിന് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുവാൻ കഴിയുമോ? നമ്മൾ കുറച്ച് മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഇതും കൂടെ ഞാനൊന്ന് ജസ്റ്റ് വായിക്കാവേ. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏത് പാർട്ടിക്കാണ് അല്ലെങ്കിൽ സഖ്യത്തിനാണ് ഗവൺമെന്റ് രൂപീകരിക്കാൻ അവസരം ലഭിക്കുന്നത്? ഇതൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ആൻസർ ഇതിൽ തന്നെ ഉണ്ട്, നോക്കാം. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയോ സഖ്യമോ ആണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. സോ ഗവൺമെന്റ് രൂപീകരിക്കുന്നത് ആരാണ്? ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയോ സഖ്യമോ ആണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. ഇത് നിയമനിർമ്മാണ വിഭാഗത്തെ ഏകപക്ഷീയമായും അനിയന്ത്രിതമായും കൈകാര്യം ചെയ്യുന്നതിന് കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കില്ലേ? തീർച്ചയായും സഹായിക്കും അല്ലേ. എന്താണ്, പാർലമെന്റ് ഭരിക്കുന്ന പാർട്ടിയുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു. പാർലമെന്റ് മന്ത്രിസഭയുടെ കയ്യിലെ പാവയായി മാറുവാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ സഭകൾ കാര്യക്ഷമമായും ജാഗരൂകമായും പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത്തരം പ്രവണതകൾക്ക് തടയിടുവാൻ കഴിയുകയില്ല. ഇത്തരത്തിലുള്ള പ്രവണതകളെ നിയന്ത്രിക്കുവാൻ പാർലമെന്റിന് കഴിയുമോ? എങ്ങനെയാണ്? സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ കാര്യക്ഷമമായും നിർഭയമായും തങ്ങളുടെ അധികാരങ്ങളും സ്വാതന്ത്ര്യവും ഉപയോഗപ്പെടുത്തിയാൽ ഈ പ്രവണതകളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും. പാർലമെന്റ് അംഗങ്ങളുടെ വിശേഷാനുകൂല്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിനെയാണ് പാർലമെന്ററി പ്രിവിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേട്ടിരിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത നമുക്കിവിടെ നോക്കേണ്ടത് ഇതാണ്, കണ്ടോ. ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് പാർലമെന്റ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത്? നയ രൂപീകരണ ഘട്ടം, നയം നടപ്പിലാക്കുന്ന ഘട്ടം, നയം നടപ്പിലാക്കിയതിന് ശേഷമുള്ള ഘട്ടം എന്നിവിടങ്ങളിലെല്ലാം സഭയ്ക്ക് ഗവൺമെന്റിനെ നിയന്ത്രിക്കുവാൻ കഴിയും. പാർലമെന്ററി നിയന്ത്രണത്തിനുള്ള ഉപകരണങ്ങൾ ഏതെല്ലാമാണെന്നറിയോ? ഏതൊക്കെയാണ്? ഒന്ന്, ചർച്ചകളും പര്യാലോചനകളും, നിയമങ്ങൾക്ക് അനുമതി നൽകൽ അല്ലെങ്കിൽ നിരാകരിക്കൽ, ധനപരമായിട്ടുള്ള നിയന്ത്രണം, അവിശ്വാസ പ്രമേയം. അപ്പോൾ 4 പോയിന്റുകൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ചർച്ചകളും പര്യാലോചനകളും, നിയമങ്ങൾക്ക് അനുമതി നൽകൽ അല്ലെങ്കിൽ നിരാകരിക്കൽ, ധനപരമായ നിയന്ത്രണങ്ങൾ, അവിശ്വാസ പ്രമേയം. ഇനി അതിനെപ്പറ്റി ഓരോന്നിനെ പറ്റി പറയുന്ന കേട്ടോ. ചർച്ചകളും ഇനി അതിനെപ്പറ്റി ഓരോന്നും ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ
അതത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, അത് അങ്ങനെ പഠിച്ചു വെക്കേണ്ടതായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു PDF നമ്മുടെ PSC ക്ലൈംബർ എന്ന ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്കതൊന്ന് വായിച്ച് നോക്കണമെങ്കിൽ ഈ നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊന്ന് വായിച്ച് നോക്കാം. എന്തായാലും ഞാനത് ക്ലാസ്സിൽ എടുക്കുന്നില്ല, കാര്യം വെറുതെ നമുക്ക് വായിച്ചു വിടാന്നേ ഉള്ളൂ, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു രാജ്യസഭയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ LDCക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? സോ പ്രസ്താവനകൾ ഞാനൊന്ന് വായിക്കാം. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. നമ്മളിപ്പോൾ തന്നെ പഠിച്ചു, അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അല്ലേ, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത രണ്ടാമത്തത്, സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറൻറ്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. കണ്ടു, ഇതൊക്കെ കറക്റ്റ് ആ ഒരു ബുക്കിൽ നിന്ന് എന്താ പറയുക എടുത്തുകൊണ്ട് വന്നതാണ് അല്ലേ, അതേ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത്, കുറച്ച് എക്സ്ട്രാ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കുക. ഇനി മൂന്നാമത്തത്, സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്, ആവശ്യമുണ്ടല്ലേ. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നാലാമത്തത്, സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക ഉണ്ടോ? ഇല്ല, രാഷ്ട്രപതിക്ക് അങ്ങനെ പ്രത്യേക അധികാരമൊന്നും ഈ ഒരു കാര്യത്തിൽ ഇല്ല. ഇനി അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ്? 1ഉം 2ഉം ശരി. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം ശരി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ 21ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, സാർവത്രിക വോട്ടവകാശത്തെ പറ്റിയുള്ളത്. ഇത് ശരിക്കും നമ്മുടെ SCERT സീരീസ് ചെയ്തല്ലോ, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ആ സീരീസിൽ നമ്മളൊരു ചാപ്റ്റർ പഠിപ്പിച്ച സമയത്ത് കൃത്യമായിട്ട് SCERTയിൽ പറഞ്ഞിട്ടുണ്ട് ഈ സാർവത്രിക വോട്ടവകാശം. ഈ പറഞ്ഞിരിക്കുന്ന വകുപ്പുകളും ആർട്ടിക്കിളും ഒക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. വകുപ്പുകളും ആ ഒരു ഇയറും ഒക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ SCERT മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. അതേപോലെ NCERTയിലും ഇത്തരത്തിലുള്ള എക്സ്ട്രാ ഫാക്റ്റുകളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ.